ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. അജുവണ്ണൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പം നമ്മൾ വീണ്ടും ചെമ്പറയിൽ തന്നെ വന്നിരിക്കുകയാണ്. ഡെന്നീസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത അതേ സ്പോട്ട്. നമ്മൾ ഇത്രയും പേര് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഓൾറെഡി അറിയാം നമ്മളിവിടെ കേക്ക് മുറിക്കുന്നത്. പക്ഷേ അന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കേക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയുള്ള ഒരു വലിയൊരു കേക്കാണ്. പക്ഷെങ്കിൽ നമ്മളിവിടെ മേടിച്ചിരിക്കുന്നത് ഈ കേക്കാണ്. പിന്നെ ഒരു കപ്പ് കേക്കുമാണ്. അന്നേരം പുള്ളിക്ക് ഓൾറെഡി അറിയാം നമ്മൾ കേക്കൊക്കെ മുറിക്കുമെന്ന്. അന്നേരം നമുക്ക് ആ ഒരു രീതിയിൽ സർപ്രൈസ് കൊടുക്കുന്നത് പോസിബിൾ അല്ല. അന്നേരം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാന്ന്. ആ ബലൂണൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി ഓൺ ദ വേ ആണ്. നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇങ്ങോട്ട് വരും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. കുറേ പേരും ജോലിയായിട്ടൊക്കെ തിരക്കിലാണ്. പിന്നെ നമ്മൾ ഇന്നങ്ങ് സെറ്റ് ചെയ്യാന്ന് വെച്ച് പുള്ളി ഇന്ന് ചെയ്യുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ വിചാരിക്കുന്നതെന്ന്. പുള്ളിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. പുള്ളി കൃത്യസമയത്തിന് ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇന്നെങ്ങാനും വന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് മുറിച്ചിട്ട് നമ്മൾ പോകും. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പുള്ളി വരുമായിരിക്കും. പുള്ളി വന്നു കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ശരി, ബൈ ബൈ. ഹലോ, എവിടാ? പെട്ടെന്ന് വാ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യോ. അത് തന്നെ വണ്ടിയുടെ ജെറേ ഒരു പാട്ട് പാടിക്കൊടുത്തേ അജുവണ്ണന് വേണ്ടിട്ട്. ബർത്ത്ഡേ അണ്ണ ചാടണ. അണ്ണ ഇന്ന് എടുക്കുന്ന റെസൊല്യൂഷൻ എന്താണ്? പുതിയ റെസൊല്യൂഷൻ പറഞ്ഞ ഡെയിലി ഇന്ന് എഴുതിയോ? ഓക്കെ, എല്ലാ ദിവസവും എഴുതും. ടൈം ഉണ്ട് എഴുതും. അല്ല എന്തെങ്കിലും ചുമ്മാ ഇരിക്കണം എഴുതത്തില്ല. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായാലേ എഴുതത്തുള്ളൂ. അങ്ങനെ ഹാപ്പി മൊമെന്റ്സ് ഓൺലി. ഹാപ്പി മൊമെന്റ്സ് അല്ല, ഹാപ്പി ആൻഡ് സാഡ്. ഇന്ന് എഴുതും. ഇന്നത്തെ ഹാപ്പി മൊമെന്റ് എന്തായിരിക്കും ഡയറിയിൽ എഴുതാൻ പോകുന്നത്? ഒന്ന് പറയാം. ഇന്നത്തെ പോർച്ചുഗൽ ജയിച്ചു. അജുവണ്ണന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവിടെ കേൾക്കുന്നത്. പൈസ കൊടുത്ത് ജയിപ്പിച്ചല്ല, നാച്ചുറലാണ്. പട്ടി വരെ പോയി ഓടിക്കുക. ഇങ്ങോട്ടാണല്ലോ വരുന്നത്. പറയണ എന്തായിരിക്കും ഇന്ന് എഴുതാൻ പോകുന്നത്? ഇന്നോ? അത് ഇനി വൈകിട്ട് ഇനി എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഈ നടന്നത് എഴുതുന്നില്ല. എഴുതും. എങ്ങനെ എഴുതുമെന്ന് ആലോചിക്കുക. ഇതെങ്ങനെയായിരിക്കും കാവ്യ വർണ്ണനയിൽ എഴുതാൻ? കാവ്യമായിട്ടല്ല, നമ്മള് അവളുടെ സൗകര്യം എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ നമ്മളോട് തന്നെ പറയത്തില്ല, ഇങ്ങനെ സംസാരിക്കത്തില്ലേ, അതുപോലെ ഡയറി കോൺവെർസേഷൻ ബിൽഡിംഗ്. അതാണ്. അപ്പൊ നിങ്ങൾ തിരുവല്ലയിൽ നിന്ന് ഇങ്ങനെയാണോ തന്നെ എത്തിച്ചാണോ? അത് അജയന്നായിരുന്നു. ഇല്ലടാ ചെറു കുറെ പൊട്ടിപ്പോയതാടാ. അച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് ഹോൺ അടിച്ച് നടക്കാം. അച്ഛൻ്റെ ബലൂൺ കെട്ടിയിട്ട് ഹോൺ അടിക്കാൻ. അച്ഛൻ്റെ മറ്റേ ആക്റ്റീവായിട്ട് നമുക്ക് ബലൂൺ കെട്ടിക്കാം. അടുത്ത ബർത്ത്ഡേ ആരുടെ വരുന്നത്? റജിന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളാം. കൊള്ളാം നല്ലത്. വേറെ എന്തെങ്കിലും
കഴിഞ്ഞ വർഷം ഇല്ല. സെപ്റ്റംബർ 17. ഓ ഒക്ടോബർ 11. അന്ന് പുള്ളി ഷെയ്ക്കിന് ഒതുക്കി. അണ്ണന്റെ ബർത്ത്ഡേ എന്നാ? ഡിസംബർ 19. ഡിസംബർ 19. എന്റെ ബർത്ത്ഡേ ചോദിച്ചില്ല, അമ്മ പറഞ്ഞു. മാർച്ച് 30. ഞങ്ങളെ ഇവിടെ റോഡിന്റെ നടുക്ക് വെച്ചിട്ട് പുഷപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാന് റെജിനെ ലെറിന് ഞങ്ങൾ 3 പേരും കൂടി പുഷപ്പ് ചലഞ്ച് ആണ്. ഏറ്റവും കൂടുതൽ പുഷപ്പ് ആരാണ് ഈ റോഡിന്റെ നടുക്ക് വെച്ച് എടുക്കുന്നത് നോക്കാം. അപ്പം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആദ്യമേ ഒരുത്തെ വീണിരിക്കുകയാണ്. വണ്ടി മേടിച്ച് വണ്ടി വരുന്നുണ്ട് guys. നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒട്ടും ക്ഷീണിച്ചിട്ടില്ല. തോറ്റവനൊക്കെ പുറത്ത്. ഇവൻ അവിടുത്തെ റോഡ് തൂക്കാണ്. ശ്വാസം കൊണ്ട് അവിടുത്തെ റോഡ് തൂക്കുമായിരുന്നു. വണ്ടി വരുമ്പോ മാറി പോകുന്നു. ബൈക്കൊക്കെ സൈഡിൽ നമുക്ക് ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട്. നമുക്ക് ആ വണ്ടിയും കൂടി മാറി കഴിയുമ്പോഴത്തേന് എടാ മാറ വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് കയറി. നമ്മള് ഈ വണ്ടിയും കൂടി മാറി കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ തുരിതുര റോഡ് വണ്ടി പോകുന്നൊരു റോഡാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് ആള് കൂടുതലായിരിക്കും. ചൊവ്വാഴ്ച ആയതുകൊണ്ട് നാളെ കുറവാണ്. ഞായറാഴ്ച ആയിരുന്നെങ്കിൽ നല്ല തിരക്കായിരുന്നു. എനിക്കൊരു കോൾ വരുന്നുണ്ട് ഗൈസ്, നോക്കട്ടെ. ഹലോ, ചെയ്യാൻ പോവാണ്. റോഡിന് അടുക്ക് വേണം, അതാണ് മെയിൻ. ആണ്ട വീണ്ടും തോറ്റു പോയിരിക്കുകയാണ്. പക്ഷെ മാറണ്ട. അത് തന്നെ മാസാണ്. സൈഡിൽ കൂടെ പൊക്കോളൂ സീനില്ല. എണ്ണിക്കണ്ട, പേടിക്കണ്ട. ചേട്ടാ സൈഡ് രണ്ട് സൈഡ് സ്കൂട്ടർ വരുന്നുണ്ട്. അത് തന്നെ. ഓ ജെറിൻ ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജെറിൻ അതെ നോക്കടാ, വിജയ് ജെറിന് അഭിനന്ദനങ്ങൾ. അതെ ആദ്യം തന്നെ തോറ്റ് പേടിച്ച് പുറത്തായ പേര് പറയണം നിന്റെ. അതെ റജിപിള്ള. പിന്നെ പങ്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ക്യാമറമാനും അജുണ്ടനും. പിന്നെ സെക്കൻഡ് പൊസിഷൻ കിട്ടിയ മെയിൻ ആയിരുന്നു. പക്ഷെ വണ്ടി വന്നോണ്ടാണ് നമ്മളെല്ലാവരും തോറ്റ് പിന്മാറുന്നതല്ല. നമുക്ക് വേണേ ഈ സൈഡിലേക്ക് വേണം ചെയ്യാം. പോയി അങ്ങോട്ടറി. അവനും അവിടെ അണ്ണൻ തെന്നിച്ച് കളിക്കാണ്.